എന്തുകൊണ്ടാണ് നാം നോമ്പുകാരായത്? കഴിഞ്ഞ ആഴ്ച ഈ സമയം നമ്മൾ നോമ്പുകാരല്ല. എന്നാൽ ഈ മാസം, ഈ ദിവസം, ഈ ആഴ്ചയിൽ നമ്മൾ എന്തുകൊണ്ടാണ് നോമ്പുകാരായത്? നമുക്കൊരു ഉത്തരമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീട്ടിൽ ലഭിച്ചിട്ടുള്ള ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ടല്ലോ നമ്മൾ നോമ്പുകാരായത്. നമ്മുടെ പ്രിയപ്പെട്ട ഇണ നമ്മളോടൊപ്പം ഇല്ലാത്തത് കൊണ്ടല്ലോ നമ്മൾ നോമ്പുകാരായത്. മറിച്ച് നമ്മളെല്ലാവരും പറയുന്ന ഒരു ഉത്തരം, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ നോമ്പെടുക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ, അങ്ങനെ നോമ്പ് നോറ്റാൽ ഉണ്ടാകുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ നോമ്പുകാരായത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ ഒരു മാസം ചൂടും മറ്റു പ്രയാസങ്ങളും അന്നപാനീയങ്ങളും ഉപേക്ഷിച്ചു ഇണകളിൽ നിന്ന് വൈകാരികമായി പകലുകളിൽ അകലം പാലിച്ചു നമ്മൾ ഈ രൂപത്തിൽ മുന്നോട്ടു പോകുന്നത് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രതിഫലം എണ്ണി എണ്ണി നമ്മെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമാണോ വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? നോമ്പെടുക്കാൻ വേണ്ടി മാത്രമാണോ? വിശുദ്ധ ഖുർആനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഒരു മാസമാണ്. ആ വിശുദ്ധ ഖുർആനെ പറ്റി പറയുന്നത്, അത് ഏറ്റവും ശരിയായ ചൊവ്വായ മാർഗത്തിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നാളെ പരലോകത്ത് ഉന്നതമായ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്തയും വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം നോമ്പെടുക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ അത്തരം കൽപ്പനകള്, വിശുദ്ധ ഖുർആനിന്റെ അത്തരം നിർദ്ദേശങ്ങൾ കേവലം ഒരു നോമ്പല് മാത്രമല്ല, എമ്പാടും കാര്യങ്ങള് ഒരുപാട് ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട, നമ്മൾ ഉറ്റാലോചിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകേണ്ട ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ എത്രത്തോളം അതിന്റെ ചിന്തകൾക്കനുസരിച്ച്, ആ ആയത്തിൽ പഠിപ്പിക്കപ്പെട്ട, അതിൽ സൂചിപ്പിക്കപ്പെട്ട ചിന്തകൾക്കനുസരിച്ച്, പഠനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം വിശുദ്ധ ഖുർആനിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട കൽപ്പന അതേപോലെ സ്വീകരിച്ച നമുക്ക് എല്ലാ തിന്മകളിൽ നിന്നും മാറി, അനുവദിക്കപ്പെട്ട ഏരിയകളിൽ നിന്ന് വരെ മാറി. മുന്നിൽ വെള്ളമുണ്ട്, കുടിക്കാനുള്ള വെള്ളം അനുവദിക്കപ്പെട്ട രൂപത്തിൽ മുന്നിലുണ്ട്. ഭക്ഷണമുണ്ട്, പക്ഷേ നമ്മൾ കഴിക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ മാറി നിൽക്കുന്നു. അഥവാ അത്തരം കൽപ്പനകളെ ശിരസാവഹിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് എന്തുകൊണ്ടും വിശുദ്ധ ഖുർആനിലെ ഓരോ കൽപ്പനകളെയും നെഞ്ചിലേറ്റ് മുന്നോട്ട് പോകാൻ സാധ്യമാകും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ച് മനസ്സിലാക്കി ഉച്ചാലോചിച്ചു പോകേണ്ട ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയേണ്ട സഹോദരങ്ങളെ. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് ചില ആയത്തുകൾ കാണാം, നമ്മെ ചിന്തിപ്പിക്കേണ്ട ചില ആയത്തുകൾ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയണത്, നമ്മളോട് നോമ്പ് നോൽക്കാൻ പഠിപ്പിച്ചിട്ടുള്ള അതേ വിശുദ്ധ ഖുർആനിൽ പറയാണ്, നാളെ പരലോകത്ത് ഓരോ മനുഷ്യരും, നമ്മൾ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി നാളെ പരലോകത്ത് വരുന്നതാണ്. കൂട്ടിനാരുണ്ടാവില്ല, കൂട്ടുകാരില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, നാട്ടുകാരില്ല, ഉറ്റമിത്രങ്ങളില്ല, ആരുമില്ലാതെ തനിച്ച് ഒറ്റപ്പെട്ട അവസ്ഥയിൽ നാളെ പരലോകത്ത് നമ്മളെല്ലാരും കടന്നു വരുന്നതാണ്. അതേപോലെ തന്നെ വീണ്ടും പറയാ, വലക്കത്
അവ്വല മറ, മനുഷ്യൻ ഏത് രൂപത്തിലാണോ ജനിച്ച് ഇവിടെ പിറന്നു വിടാൻ അതേ കോലത്തിൽ ഒറ്റക്ക് തനിച്ച് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ മനുഷ്യൻ കടന്നു വരുന്നതാണ്. അന്ന് പരസ്പരം ചോദിക്കാനോ സഹായിക്കാനോ ഇടപെടാനോ ഉപകാരം ചെയ്യാനോ ആരുമില്ലാത്ത ഒരു തനിച്ച് ആയി പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന് നോമ്പെടുക്കാൻ പഠിപ്പിക്കപ്പെട്ട, അത് ബോധ്യപ്പെടുത്തി തന്ന അതേ ഖുർആൻ നമ്മളോട് പറയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കാറുണ്ടോ ആ ഒരു ലോകത്തെ കുറിച്ച്? ആ ഒറ്റപ്പെട്ട ലോകത്ത്, തനിച്ചാകുന്ന ലോകത്ത് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു അണ്ണുമണി തൂക്കം നന്മ ചെയ്താൽ ആ ഒറ്റപ്പെട്ടു പോയ ലോകത്ത് നമുക്ക് അവിടെ അത് കാണും. ഒരു അണ്ണുമണി, ഒരു കടുകുമണിയോളം നന്മ ചെയ്തിട്ടാണോ പരലോകത്ത് നമ്മൾ എത്തുന്നതാണ്, അവിടെ കാണുമെന്നാണ്. അല്ലെങ്കിൽ ഒരു അണ്ണുമണി തൂക്ക്, ഒരു കടുകുമണി, അതിന്റെ ചെറിയൊരു അംശം, ചെറിയൊരു തരി തിന്മയുമായിട്ടാണോ പരലോകത്ത് എത്തുന്നത്, അതവിടെ കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നോമ്പെടുക്കാൻ പഠിപ്പിച്ച അതേ വിശുദ്ധ ഖുർആൻ നമുക്ക് ഇത്തരം ചിന്തകൾ പകർന്നു നൽകുമ്പോ അങ്ങേറ്റം ഗൗരവത്തോടെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. തെറ്റ് ചെയ്യാത്ത പ്രവാചകൻ, തിന്മകളോടൊപ്പം സഞ്ചരിക്കാത്ത പ്രവാചകൻ, ജീവിതം മുഴുവൻ നന്മകളോടൊപ്പം സഞ്ചരിച്ച പ്രവാചകൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് ആദ്യം പ്രവേശിക്കുന്ന പ്രവാചകൻ, ആ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചു എന്നാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് ശിബ്ത, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ മുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ടല്ലോ. പ്രവാചകരെ, അങ്ങയുടെ മുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലേ, എന്തപ്പോ നരക്കാനുള്ള കാരണം എന്താ? ആരാ ചോദിക്കുന്നത്? പ്രവാചകന്റെ മുടി കണ്ട അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി അറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ശയ്യബ്തനി ഹൂദ് വൽ വാഖിഅ വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ അശംസു കുബിറത്. അബൂബക്കർ, എന്റെ മുടി നരച്ചു പോയത് എന്തുകൊണ്ടറിയോ? ശയ്യബ്തനി ഹൂദ്, സൂറത്തുൽ ഹൂദാണ് എന്റെ മുടി നരക്കാനുള്ള ഒരു കാരണം. വൽ വാഖിഅ, സൂറത്തുൽ വാഖിയാണ് എന്റെ മുടി നരക്കാനുള്ള കാരണം. വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത് ആണ് എന്റെ മുടി നരക്കാനുള്ള കാരണം. വഅമ്മ യതസാഅലൂൻ, സൂറത്തുൽ നബ, അതാണ് എന്റെ മുടി നരക്കാനുള്ള കാരണം. എന്റെ സഹോദരങ്ങൾ, അതിൽ പറയുന്നത് തെറ്റു ചെയ്യാത്ത റസൂല സൂറത്തുകൾ പാരായണം ചെയ്തപ്പോ, പരലോകത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ, ഒറ്റക്കായി പോകുന്ന, തനിച്ചായി പോകുന്ന, ആരും സഹായിക്കാനാത്ത ആ ലോകത്ത് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന പ്രവാചകൻ പാരായണം ചെയ്തപ്പോ പ്രവാചകന്റെ മുടി നരച്ചു പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അവിടെ വിജയിക്കാനുള്ള കർമ്മങ്ങളുമായി, അവിടെ പരാജയപ്പെടുന്ന തിന്മകളിൽ നിന്നും മാറുന്നത് ഏറ്റവും തന്നെ മനോഹര ജീവിതം ഉണ്ടാക്കിയെടുക്കാനാണ് സഹോദരങ്ങളെ ഈ റമദാൻ നമുക്ക് അവസരമായി വരുന്നത്. ഇനിയൊരു റമദാൻ കിട്ടുമോ നമുക്കറിയില്ല, ഇനിയൊരു റമദാൻ കിട്ടുമോ നമുക്കറിയില്ല. ഇതിന്റെ അവസാനത്തെ റമദാന, ഇനിയൊരു റമദാൻ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ മനസ്സില് ഇത് അങ്ങേറ്റം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ ഏറ്റവും കൂടുതൽ സജീവമായി ഉപയോഗപ്പെടുത്തേണ്ട ഒരു പ്രായമാണ് സഹോദരങ്ങളെ നമ്മുടെ യൗവനം എന്ന് പറയുന്നത്. ഏറെ അനുഗ്രഹീതമായ ഒരു കാലഘട്ടമാണ് യൗവനം. ഈ യൗവന കാലഘട്ടത്തിൽ നമുക്കൊരു റമദാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറല്ല, അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം വേറല്ല. ആഫിയത്തോടു കൂടി ഒരു റമദാനിൽ അതിന്റെ സുന്ദരമായ അനുഗ്രഹീതമായ യൗവന കാലഘട്ടത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ റമദാനിൽ അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ, തുടർന്ന് അങ്ങോട്ട് യൗവനം നന്മയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് സഹായകമാകുന്ന സംഗമമാണ്, വേദിയാണ്, അതിന് തുടർച്ചയാകുന്ന പദ്ധതി പ്രവർത്തനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടലിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കാനുള്ളത്. പ്രൗഢമായ ഒരു സംസാരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ യൗവനം മനോഹരമാക്കാൻ,
സംതൃപ്തകരമാക്കാൻ, ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ആ കാലഘട്ടം ആനന്ദദായകമാക്കുന്ന മനോഹരമായ ഒരു ചില സന്ദേശങ്ങൾ പകർന്നു നൽകാണ് ജില്ലയിലെ മൊത്തം വ്യത്യസ്ത മണ്ഡലങ്ങളിൽ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിസ്റ്റം യൂത്ത് ഇത്തരം ഒരു യുവപദം എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യന് നൽകിയ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടം. മലയാളത്തിലൊരു പുസ്തകത്തിൽ അതില് കോറിയിട്ടൊരു വരിയുണ്ട്. ഒരു മുത്തശ്ശൻ തന്റെ പ്രിയപ്പെട്ട ഒരു മുത്തശ്ശനോട് ഒരു പേരക്കുട്ടി പറയാണ്. എന്താ പറയുന്നറിയോ? മുത്തശ്ശ, ഞാനിങ്ങനെ എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു പാത്രമോ ഗ്ലാസോ എന്തെങ്കിലും എടുത്തു വെച്ചാല് അതറിയാതെ താഴെ വീണ് പോവാണ്. ഞാൻ അറിയാതെ താഴെ വീണ് പൊട്ടിപ്പോവാണ്. അങ്ങനെ പൊട്ടിപ്പോയി. അപ്പോ വലിയ പരാതിയായിട്ടാണ് ആ ഒരു പേരക്കുട്ടി തന്റെ മുത്തശ്ശനോട് പറയണത്. ആ സമയത്ത് മുത്തശ്ശൻ പറയാണ്, മോനെ എന്റെ അവസ്ഥ അതാണ്. വീണ്ടും പറയാണ്, മോനെ ആ പേരക്കുട്ടി പറയാണ്, മുത്തശ്ശ അങ്ങനെ പൊട്ടിപ്പോയാല് എന്നെ വീട്ടില് വഴക്ക് പറയും, എന്നെ പ്രയാസപ്പെടുത്തു. മോനെ എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. വീണ്ടും പറയണം, മോനെ മുത്തശ്ശിയോട് പേരക്കുട്ടി പറയാണ്, മുത്തശ്ശ ഞാൻ അറിയാതെ എന്റെ വസ്ത്രത്തില് മലമൂത്ര വിസർജനായി പോയിട്ട് ഞാൻ അറിയാതെ. മുത്തശ്ശൻ പറയാണ്, മോനെ എന്റെ അവസ്ഥ തന്നെയാണ്. അഥവാ മനുഷ്യ ജീവിതത്തിന്റെ രണ്ട് ഘട്ടത്തിന്റെ ഇടയിലുള്ള ഒരു യൗവന കാലഘട്ടത്തിന്റെ ഒരു പ്രാധാന്യം പറയുന്നത്. വാർദ്ധക്യവും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്, അതേപോലെ തന്നെ ബാല്യകാലവും അതിൻ്റെതായ ചാപ്പല്യങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ഇടയിലുള്ള യൗവന കാലഘട്ടം വളരെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്താൻ അത് അനുഗ്രഹമാണ്. ഏറ്റവും വലിയ തൗഫീഖാണ്. അതില് മനോഹരമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാനുള്ളത്. അതില് ആഫിയത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയില്ലേ, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ വശൈബ യഖ്ലുഖു മാ യശാഅ വഹുവൽ അലീമുൽ ഖദീർ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, രണ്ട് പ്രധാനപ്പെട്ട ചാപ്പല്യങ്ങളുള്ള പ്രയാസകരമായ രണ്ട് കാലഘട്ടത്തിനിടയിലെ സുന്ദരമായ മനോഹരമായ ഈ യൗവന കാലഘട്ടത്തെ അല്ലാഹു റബ്ബുൽ ആലമീനാണ് നമുക്ക് സമ്മാനിച്ചത്. പക്ഷേ സഹോദരങ്ങളെ, അത് ഉപയോഗപ്പെടുത്തുന്നിടത്ത്, അതിനെ മനോഹരമാക്കുന്നിടത്ത് നമ്മുടെ സമൂഹം വളരെ പിന്നിലാണ്. ഇന്നലകളൊക്കെ തറാവീഹ് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് വീട്ടിലെത്തിയിട്ട് ഫോൺ നോക്കിയപ്പോ നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ കുറിച്ച് നമ്മൾ കേൾക്കണം. നേരത്തെ ഉദ്ഘാടന സംസാരത്തിൽ കരീം സൂചിപ്പിച്ചു, ലഹരി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരെ. തറാവീഹിന് നമ്മളോടൊപ്പം നിൽക്കേണ്ട, പള്ളികളിൽ നമ്മളോടൊപ്പം കഴിയേണ്ട ചെറുപ്പക്കാരെ ലഹരി ബാധിച്ചവരായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ അങ്ങേറ്റം പ്രയാസകരമായി മുന്നോട്ട് പോകുന്ന യൗവനത്തെ ഏറ്റവും മനോഹരമാക്കാനാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാ ഇസ്ലാം പറഞ്ഞത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇഗ്തനിൻ ഖംസൻ ഖബ്ല ഹംസിൻ ശബാബക ഖബ്ല ഹറമക. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നോമ്പെടുക്കാൻ നമ്മളെ പഠിപ്പിച്ച, അതിന്റെ പുണ്യങ്ങൾ പഠിപ്പിച്ച അതേ റസൂൽ പറയാണ്, 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യത്തെ ശരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാന്റെ റസൂലിന്റെ താക്കീതാണ്. ശരിക്കും ഉപയോഗപ്പെടുത്തണം. ശബാബക, നിങ്ങളുടെ യൗവനത്തെ നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. വഹറമിക ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, അല്ലെ, അങ്ങേറ്റം പ്രയാസം വരുന്നതിന് മുമ്പ്. ഒന്ന് നടക്കുമ്പോ കിതച്ചു പോകും, ഒന്ന് ഇരിക്കാൻ തോന്നും, കിടന്നാൽ ഒന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന അങ്ങേറ്റം പ്രയാസകരമായ ഒരു വാർദ്ധക്യം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യൗവന കാലഘട്ടത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരെ പഠിപ്പിക്കുന്നത്? അള്ളാന്റെ റസൂല പറയുന്നത്, അള്ളാഹുവിന്റെ റസൂല പറയുന്നത്. ശരിക്കും അങ്ങോട്ട് ഉപയോഗപ്പെടുത്തിക്കോ. എന്തുകൊണ്ടറിയോ? നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ഈ യൗവനത്തെ പറ്റി കൃത്യമായ ചോദ്യങ്ങളാണ്. ഈ കൃത്യമായി അള്ളാഹു ചോദിക്കുന്നതാണ്, ലാ തസൂലു ഖദമ ഇബ്നു ആദമ യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ അൻ ഉംരിഹി ഫീമാ അഫ്നാഹ് വഅൻ ശബാബിഹി ഫീമാ അബ്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന താക്കീതാണ്. നോമ്പ് നോട്ട് നമ്മളോട്, അതനുസരിച്ച നമ്മളോട് അതേ റസൂല പറയുന്നത്, നാളെ പരലോകത്ത് നിങ്ങളെ കാലകപ്പിക്കാൻ വിടൂല, ചലിപ്പിക്കാൻ വിടൂല. നിങ്ങളുടെ ആയുസ്സിനെ പറ്റി ചോദിക്കുന്നതാണ്.
നിങ്ങളുടെ ആയുസ്സിനെ പറ്റി എണ്ണി എണ്ണി ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യപ്പെട്ട്, എന്നിട്ട് അതേ ഹദീസ് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ആയുസ്സിൽപ്പെട്ട യൗവനത്തെ പറ്റി പ്രത്യേകം ചോദിക്കുമെന്നാണ് സഹോദരങ്ങളെ, പ്രത്യേകം ചോദിക്കും. അതുകൊണ്ട് യൗവനത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നാളെ പരലോകത്തും ഇവിടെ ഇഹലോകത്തും നന്മ നിറഞ്ഞതാക്കി മാറ്റാൻ സഹോദരങ്ങളെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന നല്ലൊരു സാഹചര്യം ഉണ്ടാവണം. അതിന് രണ്ട് രൂപത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് തിരിച്ചറിവ് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അത്തരം ഒരു സംസാരം ഇവിടെ വരാൻ പോണ്. യുവാവായി ഇരിക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട, തിന്മകളിൽ നിന്ന് മാറാൻ നമ്മളെ സഹായിക്കപ്പെടുന്ന, നമ്മുടെ കുടുംബം ശ്രദ്ധിക്കപ്പെടുന്ന, സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചെടുത്ത് നമ്മെ സഹായിക്കപ്പെടുന്ന ഒരു പ്രൗഢമായ ഒരു സംസാരം വരാനിരിക്കുകയാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. തിരിച്ചറിവിന്റെ യൗവനം നമ്മളിൽ ഉണ്ടാവണം. മറ്റൊന്ന്, നമ്മുടെ മുൻകാലികളായ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, സഹാബാക്കൾ, യുവാക്കളായിട്ടുള്ള സലഫുകൾ എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. നോക്കൂ, നമ്മൾ ആ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ അവരുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 14-ാമത്തെ വയസ്സ് മുതലാണ് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണമായിട്ട് സമൂഹത്തിലേക്ക് കടന്നു വന്നത്. 14-ാമത്തെ വയസ്സ് മുതൽ ആ നാട്ടിലുള്ള സകല ഖുറാഫാത്തുകൾക്കെതിരെ, ശിർക്കിനെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ, അധർമ്മത്തിനെതിരെ ശക്തമായി പോരാട്ടം നടത്തിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകൻ തൗഹീദിനു വേണ്ടി അണരാടി, തൗഹീദിനു വേണ്ടി പോരാടി. നോക്കൂ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരില്ലാത്ത സന്ദർഭത്തിൽ അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചപ്പോ അവർക്കിടയിൽ ഒരു സംസാരമായില്ലേ? ആരാ ഇത് ചെയ്തത്? പറയപ്പെട്ടു, അവര് ഖാലൂ സമിഅനാ ഫതൻ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, സമിഅനാ ഫതൻ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരന്റെ പണിയാണിത്. ശിർക്കിനെതിരെയുള്ള പോരാട്ടം. നോക്കൂ, അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ച് ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ, മുൻഗാമിയുടെ ചരിത്രം പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹു അവർക്ക് കൊടുത്ത യൗവന കാലഘട്ടത്തെ ഏറ്റവും മനോഹരമാക്കുന്നിടത്ത് വിജയിച്ചവരാകുന്നു. അങ്ങനെ വിജയകരമായ സംതൃപ്തകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് സഹായകമാകണം ഇന്നത്തെ യുവപദം എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രൗഢമായ മറ്റൊരു സംസാരത്തിന് വേണ്ടി വേദി അനുവദിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.